ഹലോ ബഡീസ്, എന്തെങ്കിലും വിശേഷം? സുഖല്ലേ? എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ എങ്ങനെ ഒമാനിൽ എത്തിയെ കുറിച്ചാണ്. ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്തു, അതിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അയച്ചു, അതിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഒമാനിന് ഇന്റർവ്യൂ കോൾ ലെറ്റർ കിട്ടി. ഞാൻ കയറി സെലക്ടഡ് ആയി. ഇനി ഒന്നുമില്ല, നാളെ തന്നെ പെട്ടി പാക്ക് ചെയ്ത് നേരെ ഒമാനിലേക്ക്. അപ്പോഴാണ് അറിയുന്നത് ഇതാ വരുന്നു PSLV എക്സാം. PSLV എക്സാം അതൊരു വലിയ പ്രിപ്പറേഷൻ ആയിരുന്നു. രാവിലെ കോളേജ് ഉച്ചയ്ക്ക് കാൽക്കുലേഷൻ, വൈകുന്നേരം ആകുമ്പോൾ യൂട്യൂബ് മോട്ടിവേഷൻ വീഡിയോ. ഇത് കണ്ട് 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 മടുത്ത് എക്സാം സെന്റർ ചെന്നപ്പോ അതൊരു നാസോ കൺട്രോൾ റൂം പോലെയായിരുന്നു. പാസ്പോർട്ട് ചെക്കിങ്, വെരിഫിക്കേഷൻ, ഫിംഗർ സ്കാനിങ്, എന്റെ ഉടുതുണിയൊട്ടി എല്ലാം ഊരി പരിശോധിച്ചു. അത് കണ്ടപ്പോ ഞാൻ കരുതി എക്സാം അങ്ങനെ പോയിട്ട് ഞാൻ എന്റെ ആത്മാവ് വരെ എടുത്ത് പോകാൻ വേണ്ടി അവരോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എക്സാം സെന്ററിൽ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ തന്നെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു, സ്ക്രീൻ എന്നെ നോക്കി, ഞാൻ സ്ക്രീനെ നോക്കി, ഞാൻ ഒരു പുച്ഛഭാവം. ഇതൊക്കെ ഞാൻ എവിടെ കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്റെ ഫ്രണ്ടിനെ നോക്കി, അവനും എന്നെ നോക്കി ഒരു വികാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ചെറിയ സമാധാനമോ അവനൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല തോന്നി. അങ്ങനെ എക്സാം കഴിഞ്ഞ് പാസ്സായി. എനിക്ക് എന്റെ ഫ്രണ്ടില് സന്തോഷം കൊണ്ട് ഒന്നും പറയാനില്ല. ശ്രീശാന്ത് സൈബൺസിന് വിക്കറ്റ് കിട്ടി അതേ അവസ്ഥയായിരുന്നു. അങ്ങനെ PSLV എക്സാം കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു ഇതാ നാളെ പോകുന്നു ഒമാനിലേക്ക്. കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ പോവാണേ, നാളെ മറ്റന്നാൾ ഒമാനിലേക്ക് പോകും. അപ്പോഴാണ് ഇതാ കിടക്കുന്നു വൈവേന്റെ ലിസ്റ്റ് വരെ. ഒരു മാസം കഴിഞ്ഞ് 2ആയി, 4ആയി, 5 മാസമായി, ലിസ്റ്റിൽ പേര് വന്നില്ല. അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ലിസ്റ്റിൽ പേര് വന്നവരെ വിളിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഇതാ പോകുന്നു ഒമാനിലേക്ക്. ഒമാനിലെത്തിയപ്പോഴാണ് മക്കളെ അറിയുന്നത് ആ കഴിഞ്ഞ എക്സാം ഒന്നുമല്ല, ഇനി വരാൻ പോകുന്ന വലിയ ടാസ്ക്. ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കംപ്ലീറ്റ് കഴിയായിരുന്നു. എക്സാം സെന്ററിലേക്ക് പോകുന്ന വഴി ഇവർ രണ്ടാളെ എന്തെല്ലോ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാം അറിയുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാവാതെ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ നാസാനെ കുറിച്ചൊക്കെ പറഞ്ഞു എനിക്ക് തോന്നി. ഇതാ പോകുന്നു, അടുത്ത എന്റെ പേര് വിളിച്ചു, പ്രൈവറ്റ് ഇതാ പോകുന്നു. ഇപ്പൊ ഹാളിൽ കയറി അനാട്ടമി ഒരു ഫിസിയോളജി എല്ലാം പഠിച്ചു. പക്ഷെ അവിടെ നിന്ന് പേര് തോന്നി എന്റെ പേരിലെ സ്പെല്ലിംഗ് വരെ ഞാൻ മറന്നുപോയ അവസ്ഥയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, 1 കഴിഞ്ഞ് 2 മൂന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ ഏകദേശം കോൺഫിഡൻസ് വന്നു. അതെന്തൊക്കെ ചോദിച്ചു, അതിനെന്തൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസം റിസൾട്ട് വന്നു, പാസ്സായെന്ന് പറഞ്ഞു. ഞാനും എന്റെ ഫ്രണ്ട് അങ്ങനെ പാസ്സായി. എക്സാം കഴിഞ്ഞ് എന്റെ വിഷയം ഞാൻ നാട്ടിലെത്തി. നാട്ടിൽ എംബലൻസ് അഭിനയിച്ചു ഞാൻ പ്രവാസി ഒമാനിലേക്ക്. അവിടെ നിന്ന് ഒമാനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒമാനിൽ ഒരു സിനിമാറ്റിക് ഫീൽ ആയിരുന്നു. ഗ്രോസറി ഷോപ്പിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് കറൻസി കൺവെൻഷൻ കണ്ട് കണ്ണും തള്ളി എടുത്ത തക്കാളി വീണ്ടും തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഭയങ്കര സ്ട്രഗിംഗ് പീരീഡ് ആയിരുന്നു. ലോൺലിനെസ്, ഫാമിലി മിസ്സിംഗ്, ഫ്രണ്ട്സ്. പിന്നെ സാലറി ക്രെഡിറ്റ് ചെയ്ത ദിവസം ഒരു വലിയൊരു സന്തോഷം വേറെ തന്നെയായിരുന്നു. അതിന്റെ ബേസിക് പേയ്മെന്റ് ആയിട്ട് 500 റിയാലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് കമ്പനി ഡിഫറൻസ് ഒക്കെ അനുസരിച്ച് 600, 700, 800 ഒക്കെ കിട്ടും. നൗ പീപ്പിൾ ആസ്ക് മീ ഹൗ ഈസ് ഓമൻ ലൈഫ്. ഞാൻ പറയും ഒരു ഷവർമയും ഒരു കാലിക്കട്ടി ഉണ്ടെങ്കിൽ ലൈഫ് കളറാണ്.